Hello dears, let's have a quick recap of Kudumbasri. Kudumbasri എന്നുള്ള ചാപ്റ്ററിലെ vital points നമുക്ക് നോക്കാം. It was launched in 1998 by Government of Kerala. കേരള ഗവൺമെന്റ് 1998 ഇത് ലോഞ്ച് ചെയ്തത്. ഇതിന്റെ എയിംസ് എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ വുമൻസ് എംപവർമെന്റ്, അതായത് സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്റ്റേബിൾ ഇൻകം, സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നൽകുക എന്നുള്ളത്, അതുപോലെ തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതൊക്കെയാണ് ഇതിന്റെ എയിംസ് എന്ന് പറയുന്നത്. NHGs എന്ന് പറഞ്ഞാൽ നൈബർഹുഡ് ഗ്രൂപ്പ്സിന്റെ ഒരു അബ്രീവിയേഷൻ ആണ്. അതായത് അയൽപ്പക്ക ബന്ധങ്ങൾ, അതുപോലെ തന്നെ അയൽപ്പക്കങ്ങളിലുള്ള മീറ്റിങ്ങുകൾ, ക്യാഷ് സേവ് ചെയ്യാനുള്ള, ലോണുകൾ എടുക്കാനുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴിൽ, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ഡെമോക്രസി എന്നാണ് നമ്മൾ അതിന് പറയുക. അതായത് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഗവേണൻസ് അത് എൻഷുർ ചെയ്യുന്നു എന്നുള്ളത്, പഞ്ചായത്ത് ലെവലിൽ ആ ഒരു സ്കീമുകൾ ഉറപ്പാക്കുക. ദെൻ സ്പെഷ്യലൈസ്ഡ് ഫണ്ടിങ് സ്കീംസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ഗൈഡൻസ്, മാർക്കറ്റ് അഷുറൻസ്, ഇതൊക്കെ കുടുംബശ്രീ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഒരു സ്റ്റേബിൾ ഇൻകം വേണം എന്നുള്ള ഒരു എയിം ഉണ്ടെങ്കിൽ, ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാവിധ സപ്പോർട്ടുകളും ഗവൺമെന്റ് നൽകുന്നു എന്നുള്ളതാണ്. ദെൻ മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടൻസ്, ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ടുകളാണ്. അവർ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് നൽകുന്നു, ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നു, അതുപോലെ തന്നെ മാർക്കറ്റ് ലിങ്കേജസിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, പ്രൊഡക്റ്റിന് പരസ്യം കൊടുത്തിട്ട് വിവിധ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ചില സ്രോതസ്സുകൾ കണ്ടെത്തി തരുന്നു എന്നുള്ളതൊക്കെ ഇവർ നൽകുന്ന സേവനങ്ങളാണ്. ദെൻ കുടുംബശ്രീ കൊണ്ടുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് ദേ ഗെയിൻ കറേജ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഒപ്രസീവ് കണ്ടീഷൻസ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐസൊലേറ്റഡ് സ്റ്റേറ്റസിൽ നിന്നും അവർ മാറിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബോണ്ടിങ്ങിലേക്ക് അവർ പോകുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും വിമുക്തമാവാൻ ഒരു ഫ്രീഡം നൽകുന്നു എന്നുള്ളതും കുടുംബശ്രീയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. ദെൻ കുടുംബശ്രീ ഹാസ് റീഡിഫൈൻഡ് വുമൻസ് റോൾ ഫ്രം പാസീവ് ബെനിഫിഷ്യറീസ്. അതായത് അവർ പാസീവായിട്ട് നിൽക്കുക എന്നുള്ള ഉപരി അവർ ആക്റ്റീവ് ലീഡേഴ്സ് ആവുക, അല്ലെങ്കിൽ ഡൈനാമിക് ലീഡേഴ്സ് ആവുക എന്നുള്ളതും ഈ കുടുംബശ്രീയുടെ ഒരു മെച്ചമാണ്. ആൻഡ് ആർക്കിടെക്ട്സ് ഓഫ് ദെയർ ഓൺ ഡെസ്റ്റിനി, അവരുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത് അവർ തന്നെ എന്നുള്ള ഒരു രൂപത്തിലേക്ക് അവർ മാറുന്നു. ഫിനാൻഷ്യൽ ഓട്ടോണമി, അതായത് അവർക്ക് എന്ത് നൽകുന്നു, ഇതൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്ക് നൽകുന്നു എന്നുള്ളത്. ദെൻ കുടുംബശ്രീയുടെ ചില ഇനീഷ്യേറ്റീവ്സ് ആണ്. ഒന്നാമത്തത് പ്രത്യാശ എന്ന് പറഞ്ഞത് ഡിപ്രൈവ്ഡ് സെക്ഷൻസിലുള്ള ആളുകൾ, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ ഫണ്ടിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്കൊരു ആശ കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യാശ. ഓക്കെ, ഹോപ്പ് കൊടുക്കുക എന്നുള്ളത്. ദെൻ അറൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലഡ് പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങൾ, ഇതിൽ നിന്നും ഒരു ട്രോമയിൽ നിന്നും അല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും അവരെ വിമുക്തമാക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ സ്കില്ലുകൾ പ്രൊവൈഡ് ചെയ്യുക, വൊക്കേഷണൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അവരൊന്ന് പിടിച്ചുയർത്ത് റൈസ് ചെയ്യുക എന്നുള്ളത്. ദെൻ ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞാൽ അംഗൻവാടി ലെവലിലൊക്കെ ഇൻഫൻസിനൊക്കെ കൊടുക്കുന്ന ന്യൂട്രീഷണൽ ഫുഡ്. ഹർഷം എന്ന് പറയുന്നത് വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള ജിറിയാട്രിക് കെയർ നൽകുന്ന ഒരു പ്രൊജക്റ്റ്. ജനകീയ ഹോട്ടൽസ്, നമുക്കറിയാം കുടുംബശ്രീ ഹോട്ടൽസ് അഫോർഡബിൾ ഫുഡ് റീസണബിൾ പ്രൈസിൽ നൽകുന്ന കേന്ദ്രങ്ങൾ. ദെൻ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സ്ലൈഡ്. ഈ സേവാ കേന്ദ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിജിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. സാന്ത്വനം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഹരിതകർമ്മ സേന, നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെന്റിന്റെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർ ഒരേ സമയം സർവീസും ചെയ്യുന്നു എൻവയോൺമെന്റിന്, അതേസമയം തന്നെ അവർക്കൊരു ഇൻകം ആയിട്ട് ഈ ഒരു സേവനം മാറുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്.